നമുക്ക് പിമ്പിളില്ലേ ഇപ്പോൾ എന്ന് വെച്ചാൽ ഇതിപ്പോൾ എൻ്റെ ഇവിടെ ഇങ്ങനെ പരക്കെയുണ്ട് തരിതിരി പോലത്തെ കുരുക്കൾ. അതുകൊണ്ട് ഞാനങ്ങനെ ഇവിടെ നോർമലായിട്ട് എല്ലായിടത്തും കിട്ടി. ഇവിടെ എനിക്ക് ആ ഒരെണ്ണേ ഉള്ളൂ കേട്ടോ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫേസിൽ വരുന്ന പിമ്പിൾസ് പോകാനായിട്ട് എന്തെങ്കിലും ഒരു മാസ്കോ പാക്കോ ഒന്ന് കാണിക്കുമോ എന്ന് വെച്ചിട്ട്. അപ്പോൾ അതിന് പറ്റിയ ഒരു DIY ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് കൂടുതൽ എങ്ങനത്തെയെന്ന് അറിയാം, നമുക്ക് നോർമൽ ആയിട്ടുള്ള പിമ്പിൾ ആണെങ്കിൽ ഇത് വന്ന് പോകും. പക്ഷെ ചില ഇങ്ങനെ കാര പോലത്തെ കുരുക്കളില്ലേ, അതായത് കുറച്ചിങ്ങനെ കട്ടിയുള്ള ടൈപ്പ്. എൻ്റെ ഇപ്പോൾ ഇവിടെ വന്ന് ഇത് നിങ്ങൾ കാണുന്നുണ്ടോ, ഇത് കാരക്കുരുവായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ നല്ല കട്ടിയായിരിക്കും, ഇങ്ങനെ പസ് വന്ന് നിൽക്കും. പക്ഷെ ആ പസ് പോലും നമുക്ക് പൊട്ടിക്കാൻ പറ്റത്തില്ല, കാരണം അത്രയും വേദന ഉണ്ടാവും, നല്ല കട്ടിയായിരിക്കും. പിന്നെ അത് പസ് ആവണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മളിങ്ങനെ തൊടുമ്പോൾ തന്നെ നല്ല ഇങ്ങനെ കട്ടിയായിട്ടിരിക്കത്തില്ലേ, അതെങ്ങനെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണ്ടേന്ന് അറിയത്തില്ല. പക്ഷെ എനിക്ക് അങ്ങനത്തെ കുരുക്കൾ ഇത് ഇവിടേക്ക് നേരത്തെ വന്നിട്ടുണ്ട്, അതുപോലെ എൻ്റെ നെറ്റിൽ വന്നിട്ടുണ്ട്. കാര മീൻസ് നമ്മുടെ ഇവിടെ ഈ ഭാഗത്തൊക്കെ വരുമായിരുന്നു. എനിക്കെന്തോ പഠിക്കുന്നൊക്കെ ടൈമിൽ ഈ ഒരു ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ അത് നോർമലി അത് പോയിട്ടോ, ഞാൻ അതിനുവേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഫേസിൽ വന്നപ്പോൾ എന്നെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാക്കിയ ഒരു കുരുവാണ്. നമുക്കത് പൊട്ടിക്കാനും പറ്റത്തില്ല, പെട്ടെന്ന് അതൊന്നും പഴുക്കത്തുമില്ല, പോവത്തുമില്ല. പോയി കഴിഞ്ഞാൽ പാടവിടെ അങ്ങനെ ഉണ്ടാവും. കാരക്കുരുക്കളുണ്ടെങ്കിൽ അതൊക്കെ പോകാൻ പറ്റിയ നല്ലൊരു DIY പാക്കാട്ടോ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എനിക്ക് നല്ല റിസൾട്ട് വന്ന്. ഫസ്റ്റ് നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും എൻ്റെ നേരത്തെ പിമ്പിൾസിൻ്റെ ഫോട്ടോയൊക്കെ. എനിക്ക് അത് ഓർക്കുമ്പോഴേ എന്തോ പോലെയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ കുറേയൊക്കെ എൻ്റെ ഫേസ് ഒന്ന് ക്ലിയർ ആവാൻ എന്നെ ഹെൽപ്പ് ചെയ്തൊരു പാക്കാണ്ടോ. പിന്നെ അത് മാത്രമല്ല, എൻ്റെ നല്ല അത്യാവശ്യം പിമ്പിൾസ് വരുന്ന ടൈപ്പ് സ്കിന്നാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്ത് ഇതായാലും സെറ്റ് ആയില്ലെങ്കിൽ അപ്പോൾ പിമ്പിൾ വരും. നോർമലാണ്. അങ്ങനെ നിങ്ങളുടെ സ്കിന്ന് ഇങ്ങനെ പിമ്പിൾസ് വരുന്ന ടൈപ്പാണ്, ആക്നെ പ്രോൺ സ്കിന്നാണെങ്കിൽ നമുക്കൊരിക്കലും അത്ര പെർഫെക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് സ്കിന്ന് കിട്ടത്തില്ല. അപ്പോൾ അത് നിങ്ങൾ അതേ അക്സെപ്റ്റ് ചെയ്യുക കേട്ടോ. അല്ലാതെ നമ്മളെപ്പോഴും അതോർത്ത് ഇങ്ങനെ പിമ്പിൾസ് വരുന്ന കാര്യങ്ങൾ ഓർത്ത് എന്താ മാറാത്ത അങ്ങനെ ഓർത്തിരുന്നിട്ട് കാര്യമില്ല. നോർമലി അത് മാറും. പിന്നെ നമുക്ക് നമ്മുടെ സ്കിന്നിന് പറ്റിയ ഈ മോയ്സ്ചറൈസർ ആണെങ്കിലും സൺസ്ക്രീൻ ആണെങ്കിലും അതുപോലെ എന്താണെങ്കിലും ഒരു DIY പാക്ക് ആണെങ്കിൽ പോലും നമ്മുടെ സ്കിന്നിന് അത് പറ്റുമോ ചേരുമോ, സ്കിന്നിന്റെ കൺസേൺ നോക്കിയിട്ട് നിങ്ങൾ അത് യൂസ് ആക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇപ്പം നമ്മൾക്കിപ്പോൾ ചില പ്രൊഡക്റ്റൊക്കെ നമുക്ക് അലർജി ആണെങ്കിൽ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിമ്പിൾ വരും. അപ്പം നിങ്ങൾ വീണ്ടും അത് യൂസ് ആക്കരുത്, അത് മാറ്റാൻ നോക്കുക. അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് നമുക്ക് ചേരുന്നതാണോ എന്ന് മനസ്സിലാക്കുക. എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് നല്ല ഓയിലി ആയിരിക്കും, ഇടയ്ക്ക് ഞാൻ ഓർക്കും എൻ്റെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആണ്. അപ്പോൾ ആദ്യം നമുക്ക് പറ്റിയ ഫേസ് വാഷ് ആണെങ്കിലും എന്താണെങ്കിലും ക്രീം ആണെങ്കിലും എന്താണെങ്കിലും യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് പറ്റിയത് നോക്കാം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ പിമ്പിൾസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. എനിക്ക് മാർക്സ് ഉണ്ട് കേട്ടോ അത്യാവശ്യം, നിങ്ങൾ കാണുന്നില്ലേ, ഇതൊക്കെ എല്ലാം പിമ്പിൾ വന്നുപോയ മാർക്കാണ്. ഞാൻ നന്നായിട്ട് വിയർക്കും അതാട്ടോ. അതുപോലെ ഇത് ഇവിടെയൊക്കെ ഉണ്ട്, എനിക്ക് പിമ്പിൾ വന്നുപോയ കുഴികളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ കുഴികളെക്കാളും കൂടുതൽ എനിക്ക് ഈ കാരപ്പിമ്പിളില്ലേ, കാരപ്പിമ്പിൾ എൻ്റെ വന്നത്, അതിൻ്റെ എനിക്ക് കാണുന്ന ഈ മാർക്ക് കേട്ടോ. അത് വന്നു കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ അത് വേദന ഉണ്ടാവും, എന്നാൽ അത് പൊട്ടിക്കാനും തോന്നും. അപ്പം അങ്ങനെ നമ്മൾ കൈ ഇങ്ങനെ തൊടുമ്പോൾ അവിടെ അങ്ങനെ പാട് വരും. ഇതിപ്പോൾ ഇന്നായപ്പോൾ ഇങ്ങനെ പസ് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. പസ് വന്നിട്ട് അത് എത്ര ഞാൻ നെക്കിയിട്ടും പൊട്ടുന്നില്ല. അവസാനം എനിക്ക് ഇറിറ്റേറ്റഡ് ആയി. എന്ന് വെച്ചാൽ നമുക്ക് വേദനയുണ്ട്, കൈ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അവിടെ തട്ടുകയും ചെയ്യും. എന്നാൽ ഇത് കല്ല് പോലെ ഇരിക്കണ് പസ് വന്നിട്ട്. ലാസ്റ്റ് ഞാൻ മറ്റേ ഒരു സൂചി എടുത്തിട്ട് ജസ്റ്റ് പതിയെ ഒന്ന് ഡോട്ട് ഇട്ടിട്ടും ആ പസ് ഇങ്ങനെ നെക്കിക്കളഞ്ഞ്. പിന്നെ ഇങ്ങനെയൊക്കെ നെക്കിക്കളയുമ്പോൾ നിങ്ങൾ നോക്കണം, അവിടെ ഇവിടെയൊക്കെ അതിൻ്റെ ഇതായിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെയും കുരു വരും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സംസാരിക്കുന്നുണ്ടല്ലേ. ഓക്കെ, നമുക്ക് എന്തായാലും DIY പാക്കിലോട്ട് പോകാം. അതെങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഇത് നമ്മുടെ ചെറിയ ജീരകമാണ്, പെരുംജീരകമൊന്നും അല്ല. ചില സ്ഥലത്ത് നല്ല ജീരകം എന്നൊക്കെ പറയാൻ തോന്നുന്നു. നോർമൽ നമ്മൾ എല്ലാത്തിനും എടുക്കുന്ന ജീരകം കേട്ടോ, ചെറിയ ജീരകം ഞങ്ങൾ അങ്ങനെ പറയുന്നത്. അപ്പം നമുക്ക് ഇതാണ് കേട്ടോ ആദ്യം വേണ്ടത്. ഇത് ആ ജീരകമില്ല, നമ്മൾ ജസ്റ്റ് ഒരു പാൻ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. ഒരുപാട് അങ്ങനെ ചൂടാവണ്ട, ചെറിയൊരു ചൂട്, കരിക്കരുത്, ചെറിയൊരു ചൂടിലെടുക്കണം. ഇത് അധികം വേണമെങ്കിൽ പൊടിച്ച് വെക്കാം കേട്ടോ. ഞാനപ്പോൾ നേരത്തെയൊക്കെ എനിക്കിങ്ങനെ പിമ്പിൾ അധികമുള്ള സമയത്ത് ഞാനിത് അധികം എടുത്ത് ഇങ്ങനെ ചൂടാക്കിയിട്ട് ഞാൻ പൊടിച്ച് വെക്കുമായിരുന്നു. പിന്നെ ഞാൻ ഇപ്പം അങ്ങനെ വല്ലപ്പോഴും അങ്ങനെ പിമ്പിൾ വന്നാൽ മാത്രമേ എടുക്കുള്ളൂ. ഇങ്ങനെ ഒരു പൊട്ടുന്ന സൗണ്ട് കേട്ടോ നിങ്ങൾ, അതിങ്ങനെ കടുക് പൊട്ടുന്ന തെറിക്കും. അത് കരിയരുത് കേട്ടോ, കരിയാതെ നോക്കണം. ഇങ്ങനെ പേപ്പറിൽ വെച്ചിട്ട് മറ്റേ നമ്മൾ ഈ കുഞ്ഞി ഉരലില്ലേ, ഇഞ്ചി പച്ചമുളകൊക്കെ ചതക്കണം, ആ ഉരലിൽ വെച്ചിട്ടാണ്. ആ ഉരലിൽ വെച്ചാണ് ഞാൻ പൊടിക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അതിൽ
കുരുമുളക് പൊടിച്ചിട്ടുണ്ടായിരുന്നോണ്ട് ചിലപ്പോൾ നമ്മൾ ഇത് പൊടിച്ചിട്ടും ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴേക്കും നന്നായിട്ട് പുകയും. അതുകൊണ്ട് ഞാൻ ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് കട്ടിയായിട്ട് മടക്കിയിട്ട് നമ്മൾ ഇടിക്കണ സംഭവമില്ലേ, കല്ല്, ആ കല്ല് വെച്ചിട്ട് നന്നായിട്ട് കുത്തി പൊടിച്ചെടുത്ത്. ഇങ്ങനെ ഒരുപാടൊന്നും അങ്ങനെ പൊടിയണ്ട, ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷായാൽ മതി. പിന്നെ നമുക്ക് ഇത്തിരിയൊക്കെ ആകുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കുക കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, നമുക്ക് കിട്ടത്തില്ല, കുറേ നേരമായിട്ട് അടിക്കുകയും ചെയ്യണം. അപ്പോൾ ഇതാവുമ്പോൾ ഒരു പേപ്പർ അങ്ങനെ കട്ടിക്ക് വെച്ചിട്ട് നമ്മൾ ചതച്ചെടുക്കുമ്പോൾ ചൂടുള്ളതുകൊണ്ട് വേഗം പൊടിഞ്ഞും കിട്ടും കേട്ടോ. അപ്പം നമുക്ക് ഫസ്റ്റ് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ ഒരു തക്കാളിയാണ് കേട്ടോ. തക്കാളിയുടെ നീര് നന്നായിട്ട് ഇതിലോട്ട് പിഴിഞ്ഞിടണം. ഇനി അത്യാവശ്യമില്ല, നല്ല പഴുത്ത് തക്കാളി എടുക്കാൻ നോക്കണം കേട്ടോ, എന്നാലേ നമുക്ക് ആ നീര് കിട്ടത്തുള്ളൂ. ഞാൻ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം. നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം, കുറേ ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ പിമ്പിൾസ് വന്നിട്ട് അതിന്റെ മാർക്സ് പോകാൻ എന്തെങ്കിലും DIY പാക്ക് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞാൻ യൂസ് ആക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, നിങ്ങൾ കാണും കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും ഇത് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യണേ മുമ്പ് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ അപ്പം നമ്മുടെ പാക്കില്ലേ, നോർമലി കാര പോലത്തെ കുരുക്കളെന്ന് പറഞ്ഞില്ലേ, തരിതിരി പോലത്തെ കുരുക്കൾക്കൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യോട്ട് പോകാൻ. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ചിലപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പോൾ നമ്മുടെ സ്കിന്നിന് അത് പറ്റിയെന്ന് വരത്തില്ല. അപ്പം നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ പസ് പോലെ ഇങ്ങനെ തന്നെ വലിയ കുരുക്കൾ വരും. അതായത് പസ് അത്രയും നിറഞ്ഞിട്ട് വലിയ വലിയ പിമ്പിൾസ് വരും. അതൊക്കെ മാറാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ഇത് യൂസ് ചെയ്യണ മുമ്പ് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ടാവണം. വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ ഏത് പാക്ക് ആണെങ്കിലും എന്താണെങ്കിലും യൂസ് ആക്കാൻ വേണ്ടി കേട്ടോ. അപ്പം എൻ്റെ ഇത് ഇവിടെ ഒരു പിമ്പിൾ ഉണ്ടോ, ഇതും ഇത് ഇവിടേക്ക് അത്യാവശ്യം ഇപ്പം ഉണ്ട്. അതൊക്കെ ഒന്ന് മാറ്റണം. എൻ്റെ പോയതായിരുന്നു, എന്നിട്ട് വീണ്ടും വന്നതാണ്. സോ നമുക്ക് പിമ്പിളില്ലേ ഇപ്പോൾ എന്ന് വെച്ചാൽ ഇതിപ്പോൾ എൻ്റെ ഇവിടെ ഇങ്ങനെ പരക്കുണ്ട്, തരിതിരി പോലത്തെ കുരുക്കൾ. അതുകൊണ്ട് ഞാനങ്ങനെ ഇവിടെ നോർമലായിട്ട് എല്ലായിടത്തും കിട്ടി. ഇവിടെ എനിക്ക് ആ ഒരെണ്ണേ ഉള്ളൂ കേട്ടോ, അതുകൊണ്ട് അവിടെ മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചിട്ടുള്ളൂ. അപ്പം നിങ്ങളുടെ ഫേസിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് ഇങ്ങനെ ഓരോ പിമ്പിളെങ്കിൽ നിങ്ങൾ ആ പിമ്പിളിൽ മാത്രം ഇത് വെച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ഡ്രൈ ആവും. ഡ്രൈ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് നോർമലി വാഷ് ചെയ്ത് കളയാം. ഇത് വീക്ക്ലി ഒരു 2-3 തവണ ചെയ്യാം, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെ ഞാനിപ്പോൾ തക്കാളിയാണ് ആഡ് ചെയ്തത്, തക്കാളിയുടെ ജ്യൂസ്. നിങ്ങൾക്ക് അത് നിങ്ങളുടെ സ്കിന്നിന് പറ്റാത്തതാണെങ്കിൽ നിങ്ങൾക്ക് അത് മാറ്റിയിട്ട് വേറെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കിന്നിന് പറ്റുന്ന രീതിയിൽ യൂസ് ആക്കണം. പക്ഷെ തക്കാളി യൂസ് ചെയ്താൽ അതിൻ്റെതായ റിസൾട്ട് ഉണ്ട്. പക്ഷേ സ്കിന്നിന് അലർജി ആണെങ്കിൽ ഇത് യൂസ് ചെയ്യരുത്. പിന്നെ ഇത് ചെയ്യുന്ന നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ കയ്യിലോ ചെവിയുടെ എവിടെയോ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രം അപ്ലൈ ചെയ്യുക കേട്ടോ. പിന്നെ ഇത് നോർമലി ജീരകത്തിന് ചെറിയൊരു പുകച്ചിലുണ്ടാവും, അത് നോർമലാണ്. പക്ഷേ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ പുകച്ചിലുണ്ടെങ്കിൽ അപ്പം തന്നെ റിമൂവ് ചെയ്യുക. പിന്നെ ഇത് യൂസ് ആക്കാതിരിക്കുക. എനിക്ക് ആദ്യമൊക്കെ പുകച്ചിലുണ്ടായിരുന്നു, ഇപ്പം എനിക്ക് ഒന്നും തോന്നുന്നില്ല. എനിക്ക് ഇപ്പം ഒന്നും തോന്നുന്നില്ല. എനിക്ക് കുറച്ചു നേരം കഴിയുമ്പോൾ ചിലപ്പോൾ പുകച്ചിലുണ്ടാവുമെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ഡ്രൈ ആവട്ടെ കേട്ടോ. എൻ്റെ നെറ്റിയിൽ കുറച്ച് തരിപ്പിമ്പിൾ ഉണ്ടായിരുന്നു, അപ്പം ഞാൻ നെറ്റിയിൽ കൂടി ഒന്ന് ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇതങ്ങോട്ട് വേസ്റ്റായി പോകും. ഇനിയിപ്പോൾ ഇത് നാളത്തേക്കൊന്നും എടുത്തു വെക്കാൻ പറ്റത്തില്ല. അതുപോലെ നമുക്കിത് വീക്ക്ലി 2-3 വട്ടമൊക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞില്ലേ. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഡെയിലി ചെയ്യണമെന്നാണെങ്കിൽ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഇത് ഒരു 2 ആഴ്ച അത്രയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ലൊരു മാറ്റം വരും. പിന്നെ ഞാൻ ഈ വീക്ക്ലി 2-3 ദിവസം എന്ന് പറഞ്ഞത് എല്ലാവർക്കും ഇത് ചെയ്യാൻ സമയം കിട്ടണമെന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. നിങ്ങൾക്ക് അധികം പിമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി ചെയ്താലും പ്രശ്നമൊന്നുമില്ല, നല്ല ചേഞ്ച് ഉണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പാച്ച് ടെസ്റ്റ് ചെയ്യണം, അലർജിയും കാര്യങ്ങളും ഇല്ലെങ്കിൽ മാത്രം ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ഇനി ഇത് ഇനിയിപ്പോൾ സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല ഫ്രിഡ്ജിൽ, നമ്മൾ അപ്പോഴപ്പോഴും വേണ്ടത് അപ്പം തന്നെ ഉണ്ടാക്കിയിട്ട് ഉപയോഗിച്ചാലേ അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. പിന്നെ നിങ്ങൾക്ക് അധികമായിട്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കാനാണെങ്കിൽ നമ്മൾ ഈ പൊടിച്ചെടുക്കത്തില്ല, ജീരകം ചൂടാക്കിയിട്ട് പൊടിച്ചിട്ട് അത് സ്റ്റോർ ചെയ്ത് വെക്കുക. എന്നിട്ട് അപ്പം നമുക്ക് ആവശ്യമുള്ള സമയം അനുസരിച്ച് അതിലോട്ട് തക്കാളിയുടെ ജ്യൂസ് എടുത്തിട്ട് പിന്നെ നമുക്ക് അപ്ലൈ ചെയ്താൽ മതിയല്ലോ. അപ്പം അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാനാണെങ്കിൽ അങ്ങനെ വെക്കാം കേട്ടോ. അല്ലാതെ ഈ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ആ ഒരു മിക്സർ എടുത്ത് വെക്കരുത്, കേടുവരും. പിന്നെ അത് ഇട്ടിട്ടൊരു ഗുണമില്ല കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചാലും അത് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഗുണമില്ല. അപ്പോൾ നിങ്ങളത് എന്തായാലും നോക്കാം കേട്ടോ.
അപ്പോൾ എന്തായാലും നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് കഴുകിയിട്ട് വരാട്ടോ. ഞാൻ നന്നായിട്ടൊന്ന് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഫസ്റ്റ് യൂസിൽ തന്നെ ഇങ്ങനെ തൊടുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും സ്കിൻ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ടാവും. പിന്നെ ആ പിമ്പിൾ ജസ്റ്റ് ഒന്നിങ്ങനെ താണിട്ടുണ്ടാവും. താണെന്ന് വെച്ചാൽ വീർപ്പൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. എനിക്ക് ഇവിടെയാണ് ഇപ്പോൾ അത്യാവശ്യം കുറച്ചിങ്ങനെ കാര പോലത്തെ പിമ്പിൾസ് ഉള്ളത്. മാറിക്കോളും. പിന്നെ ഇത് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ അത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു, ഞാനത് വിട്ടുപോയി. പിന്നെ ഇന്ന് ചെയ്യാന്ന് ഓർത്തപ്പോൾ അത് ഞാൻ പൊട്ടിക്കുകയും ചെയ്തു. അപ്പോൾ ഇന്നിപ്പോൾ അതിൻ്റെ മുകളിൽ അങ്ങനെ വെച്ചുകൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ, ടാറ്റാ.